ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിലാണ് താരസംഘടന അമ്മയ്ക്ക് അടിതെറ്റിയത്. നീണ്ട മൗനവും നേതൃനിരയിൽ ഉള്ളവർ ആരോപണത്തിൽ കുടുങ്ങിയതും സംഘടനയ്ക്ക് തിരിച്ചടിയായി. ഒടുവിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കൂട്ടരാജി. സംഭവവികാസങ്ങളുടെ നാൾവഴിയിലേക്കാണ് ഇനി. മലയാള സിനിമയെ അടിമുടി ഉലയ്ക്കാൻ പോന്ന ബോംബായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും ഉള്ളുപൊള്ളിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പ്രതികരിക്കാൻ അമ്മ നേതൃത്വം മടിച്ചു നിന്നു. സമ്മർദ്ദത്തിനും വിമർശനത്തിനും പിന്നാലെ നീണ്ട മൗനത്തെ ന്യായീകരിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദിഖും ആ മൗനത്തിന് ക്ഷമ ചോദിച്ച് വൈസ് പ്രസിഡന്റ് ജഗദീഷും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഘടനയിലെ ഭിന്നത മറനീക്കി. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. സിദ്ദിഖിനെതിരായ പീഡന ആരോപണം അമ്മയ്ക്കുമേൽ കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദിഖിന് പകരക്കാരനായി കണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം. എന്നിട്ടും എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിൽ അംഗങ്ങൾ അതൃപ്തി അറിയിച്ചു. വിമർശിച്ചും ചോദ്യം ചെയ്തും കൂടുതൽ താരങ്ങൾ എത്തിയതോടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ പ്രതിരോധത്തിലായി. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇതോടെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തത്. രൂപീകരണ നാൾ തൊട്ട് ഇന്നേ വരെയുള്ള അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോഹൻലാൽ ഉൾപ്പെടെ അമ്മയുടെ ഭാരവാഹികളുടെ കൂട്ടരാജി. ആൺമക്കളുടെ മാത്രം അമ്മ എന്ന വിമർശനം മറികടന്ന് അതിജീവിതരുടെ കൂടി അമ്മയായി മാറാൻ താരസംഘടനയ്ക്ക് ആകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.